ഇറാന്റെ തീരത്തേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ എത്തിയതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി ഒളിവിൽ പോയെന്ന വാർത്ത കൂടി വരുന്നത് വലിയ തരത്തിലുള്ള സംഘർഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇറാനിൽ കയറി ആക്രമിക്കും അമേരിക്ക എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പരക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഒരുപക്ഷെ UAE അതിശക്തമായ ഭാഷയിൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നതിന് എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു. അതുണ്ടാക്കിയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം അമേരിക്കയെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും അതിൽ സംഭവിച്ചിട്ടുള്ള UAE മാത്രമല്ല, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ US-ന്റെ സേനാത്താവളങ്ങളുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ US-ന്റെ സേനാത്താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിനും ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നത് താല്പര്യമില്ല എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘർഷവും യുദ്ധമുണ്ടായാൽ അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും താൻ ഇറാൻ ആക്രമിക്കും എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇറാനെ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്ന പ്രധാന വിമാനവാഹിനി പടക്കപ്പൽ എന്ന് പറയുന്നത് USS ആബ്രഹാം ലിങ്കനാണ്. മുൻ പ്രസിഡന്റിന്റെ, അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരിലുള്ളതാണ്. അതിൽ 90 യുദ്ധവിമാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള F-35C മുതൽ മറ്റ് ഹോർണറ്റ് വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ വരെ ഏറ്റവും ലേറ്റസ്റ്റ് യുദ്ധവിമാനങ്ങളാണ് അതിലുള്ളത്. ഒരുപക്ഷെ അതിലില്ലാത്തത് F-22 റാഫ്റ്റർ വിമാനങ്ങളാണ്. കാരണം അത് ഡോക്കിൽ, വിമാനവാഹിനി കപ്പലിൻ്റെ ഡോക്കിൽ വന്ന് ഇറങ്ങാൻ പറ്റാത്തതാണ് F-22. സാധാരണ യുദ്ധങ്ങളിൽ കരയിൽ നിന്ന് വിന്യസിച്ച് കരയിൽ നിന്ന് തൊടുത്തുവിടുന്നതാണ് F-22 യുദ്ധവിമാനങ്ങൾ. പക്ഷെ ആ യുദ്ധവിമാനങ്ങൾ ഇവിടെ ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, UAE-യുടെ ഇടപെടൽ അമേരിക്കയെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാരണം UAE-യിൽ അമേരിക്കയ്ക്കുള്ള എയർബേസിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ എളുപ്പമാണ്. അവിടെ വിമാനങ്ങളൊക്കെ ടാങ്കറിൽ ഇന്ധനമടിച്ച് വളരെ എളുപ്പത്തിൽ ആക്രമണം നടത്താൻ പറ്റും. പക്ഷേ UAE അത് തടഞ്ഞതോടെ അവിടെ നിന്ന് യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് പോകാനാവില്ല. എന്ന് മാത്രമല്ല, 12 നോട്ടിക്കൽ മൈൽ UAE-യിലെ കടലിലേക്കും ആ കടലതിർത്തിയിലും കടക്കാനാവില്ല. അവർക്ക് അതിന് പുറത്ത് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്, സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള അബ്രഹാം ലിങ്കൻ, USS ആബ്രഹാം ലിങ്കൻ കിടക്കുന്നത്. അതിൻ്റെ കൂടെ 3 യുദ്ധക്കപ്പൽ കൂടിയുണ്ട്. അവ 3ലും മിസൈൽ വേധക സംവിധാനങ്ങളുള്ള, എന്ന് മാത്രമല്ല ഈ വിമാനവാഹിനി കപ്പലിലെ വിമാനങ്ങൾക്ക് എസ്കോർട്ടായിട്ട് വരുന്നത് കൂടിയാണ്. വലിയൊരു ഫ്ലീറ്റാണത്. അപ്പോൾ ഒരുപക്ഷെ ഈ UAE-യിൽ നിന്നും സൗദിയിൽ നിന്നുമൊക്കെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ എവിടെ ഇന്റർനാഷണൽ വാട്ടേഴ്സ്, അന്തർദേശീയ ജലപാതയിൽ കിടന്ന് ആ കപ്പൽ തന്നെ ഒരു എയറോസ്പേസായി മാറുകയും അത് ആക്രമിക്കാൻ പാകത്തിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു അപകടം ഇറാൻ മണത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വെനസ്വേലയിൽ പോയി വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളായ് മഡുറോയെയും ഭാര്യ സിരിയ ഫ്ലോറിസിനെയും പിടിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഓർമ്മ ഇറാൻ ഉള്ളതുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി ടെഹ്റാനിൽ, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ വളരെ കോട്ട പോലെയുള്ള ഒരു ബങ്കറിലേക്ക് മാറി എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്ന് മാത്രമല്ല, ഓഫീസിന്റെ ചുമതല അദ്ദേഹത്തിന്റെ 3ാമത്തെ മകൻ മസൂദ് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബങ്കറിൽ പോയി എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു ഓൾ ഔട്ട് വാറിന് പകരം, തുറന്ന യുദ്ധത്തിന് പകരം അവർ കൃത്യമായി ഖമനായിയുടെ സ്ഥലം അല്ലെങ്കിൽ ഓഫീസ് കണ്ടെത്തി അവിടെ ബോംബിടുകയോ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് അദ്ദേഹം ബങ്കറിലേക്ക് മാറിയിരിക്കുന്നത്. യുദ്ധാവസ്ഥയിലാണ്. എന്ന് മാത്രമല്ല, ഇറാൻ അതിശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ തൊട്ടാൽ അമേരിക്കയുടെ സേനാ താവളങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും. എന്ന് മാത്രമല്ല, ഇത് ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വലിയ ഒരു മ്യൂറൽ പോലെയുള്ള ചിത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അബ്രഹാം ലിങ്കൻ
എന്ന US അബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിലെ കപ്പലുകൾ ബോംബാക്രമണത്തിൽ തകർന്നു കിടക്കുന്നതും ഒപ്പം തന്നെ മനുഷ്യരൊക്കെ മരിച്ചു വീണ് കിടക്കുന്നതും അതിൽ നിന്ന് ചോര ചിതറുന്നതും അത് കടലിലേക്ക് ഒഴുകിപ്പോകുന്നതൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം ആണ് അവർ വലിയ രീതിയിൽ അവിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത് കാണിക്കുന്നത് ഈ ആക്രമിക്കാൻ വരുന്ന USS അബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിന് നേരെ ഞങ്ങൾ മിസൈൽ അയക്കും, അവിടെ കേടുപാടുകളുണ്ടാവും, വിമാനങ്ങൾ തകർന്നു പോവും, ആൾക്കാർ മരിക്കും, അതുകൊണ്ട് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വരേണ്ട എന്ന സന്ദേശമാണ്. അതിനവർ പറഞ്ഞിരിക്കുന്നത് കാറ്റു വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറാൻ സർവ്വസജ്ജമാണ് എന്ന് മാത്രമല്ല അവർ പറയുന്നത്, കമാൻഡർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ്, കാഞ്ചിയിലാണ്, തോക്കിൻ്റെ കാഞ്ചിയിലാണ്, ഏത് നിമിഷം അമേരിക്ക ആക്രമിച്ചാലും തിരിച്ചടിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളൊക്കെ ഭീതിയിലാവുന്നത്. കാരണം എല്ലായിടത്തും അമേരിക്കയുടെ സേനാ താവളങ്ങളുണ്ട്. 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാനിൽ കയറി ആക്രമിച്ച് ബർദോ, നട്ടാൻസ് എന്നീ ആണവ നിലയങ്ങൾ തകർത്തപ്പോൾ തൊട്ടുപിറകെ ഖത്തറിലുള്ള US-ന്റെ സേനാ താവളത്തിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അവർ മിസൈലുകൾ അയച്ചു. അതേ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടിടപെട്ട് യുദ്ധം നിർത്തിച്ചത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 12 ദിവസത്തെ ഏറ്റുമുട്ടൽ നിർത്തിച്ചത്. അപ്പം അതുകൊണ്ട് അമേരിക്കയ്ക്ക് അത്യാവശ്യം നല്ല ആശങ്കയുണ്ട്. കാരണം സേനാ താവളങ്ങളിൽ ഏതാണ്ട് 40,000-ഓളം സൈനികരുണ്ട്. അമേരിക്കയുടെ ഹ്യൂജ് ആയിട്ടുള്ള അസറ്റ്സ്, യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ ബോംബുകൾ, B-2 ബോംബറുകൾ എല്ലാമുള്ള സംവിധാനങ്ങളിലുണ്ട്. പക്ഷെ ഇപ്പോൾ വേറൊരു ചിന്ത കൂടി വരുന്നത്, ഈ ഇറാന് മുൻപിൽ ഈ USS അബ്രഹാം ലിങ്കനും പടക്കപ്പലുകളും കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ ആരും അറിയാതെ ഡിഗോ ഗാർഷ്യ, മൗറീഷ്യസിനടുത്തുള്ള ഡിഗോ ഗാർഷ്യ ദ്വീപിലെ US സേനാ താവളത്തിൽ നിന്ന് B-2 ബോംബർ വിമാനങ്ങൾ വന്ന് ഇറാനിൽ ആക്രമണം നടത്തുമെന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചിന്ത കൂടി, ഒരു പ്രചരണം കൂടി വരുന്നുണ്ട്. കാരണം ശ്രദ്ധ മുഴുവൻ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്, ഇറാന്റെ തീരത്തേക്കും എല്ലാം ആകർഷിച്ച് മറുഭാഗത്തൂടെ ഡിഗോ ഗാർഷ്യയിൽ നിന്നോ ഇവൻ അമേരിക്കയിൽ നിന്ന് പോലോ B-2 ബോംബർ വിമാനങ്ങൾ വന്ന് 30,000 പൗണ്ട് തൂക്കമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കും എന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും അവർ എടുക്കുക എന്നറിയില്ല. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായ എതിർപ്പിൽ നിൽക്കുന്നത് കൊണ്ട് അമേരിക്ക ഇതുവരെ ആക്രമിക്കാതിരുന്നത് അത് കാരണമാണെന്നുള്ളതുണ്ട്. പ്രത്യേകിച്ച് ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ സംബന്ധിച്ച് പല കണക്കുകളാണ് വരുന്നത്. ഇറാനിൽ കൊല്ലപ്പെട്ടത് 3000-ലേറെ പേർ മാത്രമുള്ളൂ എന്ന് ഇറാൻ പറയുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്ന കണക്കുകളൊക്കെ ഞെട്ടിക്കുന്നതാണ്. പല അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും പറയുന്നത് 25,000-നും 30,000-നും ഇടയിൽ ഇറാനികൾ കൊല്ലപ്പെട്ടു എന്നാണ്. പ്രക്ഷോഭകാരികളായിട്ടുള്ള ആൾക്കാരെ പ്രക്ഷോഭത്തിന് നടുവിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ തൂക്കിക്കൊല്ലുകയാണ്. പക്ഷെ അത് ഔദ്യോഗികമായി പറയുന്നില്ല. അത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ 100 കണക്കിന് ആൾക്കാരെ, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ കൊണ്ടുപോയി അനൗദ്യോഗികമായി വധശിക്ഷയ്ക്കും തൂക്കിക്കൊലയ്ക്കും വിധേയമാക്കി എന്നുള്ള വാർത്തകൾ വരുന്നു. 100 കണക്കിന് മൃതശരീരങ്ങൾ ടെഹ്റാനിലെ വേദികളിൽ പലയിടത്തും കുന്നുകൂടിയിടുകയും പലയിടത്തും അത് സംസ്കരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. BBC അടക്കമുള്ള അന്താരാഷ്ട്ര ചാനലുകളിൽ ഈ കൊല്ലപ്പെട്ടവരുടെ ബ്ലഡ് ചെയ്ത ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. ഇതിൽ ചില ഗ്രൂപ്പുകൾ പറഞ്ഞിരിക്കുന്ന 6,000-ൽ പരമെന്നാണ്. പക്ഷേ പല നോർവേ അടിസ്ഥാനമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഇതാണ് ആദ്യമായിട്ട് 25,000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും ഇന്റർനെറ്റ് കട്ട് ചെയ്ത് ഫോൺ കോളുകൾ വിലക്കി അവിടെ നടത്തിയ രൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് അവിടെ ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഇറാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് 500-ലേറെ സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു എന്ന്. അപ്പോൾ 500-ലേറെ സുരക്ഷാ സൈനികർ കൊല്ലപ്പെടണമെങ്കിൽ അതനുസരിച്ചുള്ള വലിയ രക്തരൂക്ഷിതമായ ഒരു പ്രൊട്ടസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്കെതിരെ ജനങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള മിഷൻ ഗണ്ണുകളും അതുപോലെ തന്നെ വെടിവെപ്പും നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് തുരുതിര ആൾക്കാർ മരിച്ചു വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത് 45 പേർ കൊല്ലപ്പെട്ടപ്പോൾ തന്നെ ഭീഷണി മുഴക്കിയിരുന്നത് അവിടെ പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടാൽ ഇറാനെ ആക്രമിക്കുമെന്നാണ്. ആ തരത്തിലാണെങ്കിൽ ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ട്രംപിന് വാക്കുകളെ വിഴുങ്ങേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല
ട്രംപ് ഒരു സമയത്ത് പറഞ്ഞത് നിങ്ങൾ കയറി സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തോളൂ, ഞങ്ങൾ ഇതാ വരുന്നു, സഹായവുമായി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആക്രമിക്കാനായിട്ട് വിമാനങ്ങളെല്ലാം പുറപ്പെടാനിരിക്കുമ്പോഴാണ് സൗദി അറേബ്യയും UAE-യും ഖത്തറും ഒമാനുമൊക്കെ അത് ചെയ്യരുതെന്നും ഇത് വന്നാൽ ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ആക്രമണം വരും എന്നും പറഞ്ഞത്. ഇപ്പോൾ UAE-യുടെ കാര്യത്തിൽ തന്നെ 50,000 കോടിയുടെ എന്ന് പറയുന്നത് അത് വലിയ ഒരു സംഖ്യയാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായി തന്നെ നിൽക്കുമ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്ന 2 തീവ്ര നിലപാടുള്ള സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ലെബനിൽ നിന്നുള്ള ഹെസ്ബുള്ളയും അതുപോലെ തന്നെ യമനിലെ ഹൂതികളുമാണ്. അവർ രണ്ടുപേരും ഇറാനെ അനുകൂലിക്കുന്ന സംഘടനകളാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ പോരാട്ട രംഗത്തിറങ്ങും. നേരത്തെ ചെങ്കടലിലേക്ക് പോയിരുന്ന കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടിരുന്നത് യമനിൽ നിന്നുള്ള ഹൂതികളാണ്. അവർ ഇറാൻ അനുകൂല സംഘടനയാണ്. ഗസയിൽ ഇസ്രായേൽ യുദ്ധം നടത്തിയ സമയത്ത് ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചത് ഹൂതികളാണ്. ഹെസ്ബുള്ള വലിയ ഫൈറ്റ് നടത്തിയത് ലെബനനിൽ നിന്നാണ്. ഇറാഖിലും ഹെസ്ബുള്ളയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 സംഘടനകളും രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തന്നെ നിൽക്കുന്നു. അമേരിക്ക പറയുന്നത് വെനിൻസുലയിൽ ഞങ്ങൾ ഇറക്കിയതിനേക്കാൾ കൂടുതൽ സൈന്യത്തെയാണ് ഇറാനിൽ ഇറക്കുന്നതെന്നാണ്. കാരണം വെനിൻസുലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ പിടികൂടാനും അവിടുത്തെ ഭരണമാറ്റം കൊണ്ടുവരാനൊക്കെ അവർ 15,000 വരുന്ന സൈന്യത്തെയാണ് ഇറക്കിയിരുന്നത്. 15,000 വരുന്ന സൈന്യവും 10 യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും 150ഓളം യുദ്ധവിമാനങ്ങളാണ് വെനിൻസുലയിൽ പ്രസിഡന്റ് മഡൂറോയെ പിടികൂടാനായിട്ട് എത്തിയത്. ഇവിടെയാണെങ്കിൽ എല്ലാ എയർബേസിലുമായിട്ട് 8 വ്യോമത്താവളങ്ങളിലുമായി 40,000-നും 50,000-നും ഇടയിൽ അമേരിക്കൻ സൈനികരുണ്ട്. അതിനേക്കാൾ കൂടുതൽ വെനിൻസുലയിൽ വിന്യസിച്ചതിനേക്കാൾ കൂടുതൽ ഈ സേനാ താവളങ്ങളിൽ സൈന്യമുണ്ട്. ഒരുപക്ഷെ ഗൾഫിലെ ഏറ്റവും വലിയ സൈനിക വ്യൂഹമാണ് അവിടെ ഉള്ളത്. നേരത്തെ ഈ അബ്രഹാം ലിങ്കൻ എന്ന കപ്പൽ തന്നെ, വിമാനവാഹിനി കപ്പൽ, ദക്ഷിണ ചൈന കടലിലാണ് കടന്നിരുന്നത്. പ്രത്യേകിച്ച് തായ്വാൻ പിടിക്കാൻ ചൈന ശ്രമിക്കുമെന്നുള്ള ആശങ്കയിലാണ് ആ കപ്പൽ അവിടെ ഉണ്ടായിരുന്നത്. ആ കപ്പലാണ് മലാക്ക കടലിടുക്ക് വഴി അത് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്. അപ്പോൾ നേരിട്ട് അവിടെ നിന്ന് ആക്രമണം നടത്താൻ കഴിയും. ഒരുപക്ഷെ അതിനെ മുന്നിൽ നിർത്തി ഭീഷണി മുഴക്കി B-2 ബോംബർ വിമാനങ്ങളുമായി ആണവ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ടെഹ്റാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളോ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് വരെ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആക്രമണം നടന്നാൽ അമേരിക്കൻ സേനാ താവളങ്ങൾ മാത്രമല്ല ഇസ്രായേലിനെയും ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലും തിരിച്ച് ഒരു സർപ്രൈസായിട്ട് അമ്പരപ്പിക്കുന്ന തരത്തിൽ ആക്രമണമായി തിരിച്ചടി നേരിടാൻ വേണ്ടി അവരുടെ സേനാ വിന്യാസം അതിശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ യുദ്ധമുണ്ടായാൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടാവും. തിരിച്ച് ഇറാൻ്റെ ആക്രമണം ഉണ്ടാവും. എന്തായാലും റഷ്യയും ചൈനയും ഈ മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കരുത്, സംഘർഷമുണ്ടാക്കരുത്, ഈ രീതിയിൽ പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ചൈനയും റഷ്യയും പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചൈനയ്ക്കും റഷ്യയ്ക്കും ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഇറാനെ കയറി ആക്രമിച്ചാൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ചൈന പറയുന്നത്. അപ്പോൾ റഷ്യയും ചൈനയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്ത് വരുന്നു. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്ന് അമ്പരക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് വെനിൻസുവേലയിൽ കയറി അമേരിക്ക അവിടുത്തെ പ്രസിഡന്റിനെ കൊണ്ടുപോവുകയും അവിടുത്തെ എണ്ണയുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തതോടെ ചൈന വല്ലാതെ രോഷാകുലരാണ്. കാരണം ചൈനയിലേക്കാണ് വെനിൻസുവേലയിലെ 80% എണ്ണയും പെട്രോളും ഡീസലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ചൈനയ്ക്ക് അത് ലഭിക്കുന്നില്ല. അപ്പോൾ ഇറാൻ കൂടി പോയാൽ ഇറാൻ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്. അപ്പം ചൈനയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് വെറുതെ നോക്കിയിരിക്കാൻ ചൈനയ്ക്കാവില്ല. ഇന്ത്യ ഇക്കാര്യത്തിൽ പൊതുവെ മൗനം പാലിക്കുന്നുണ്ടെങ്കിലും ഇറാന് അനുകൂലമായ നിലപാടാണ് ഐക്യരാഷ്ട്രസഭയിൽ എടുത്തത്. അത്ഭുതകരമായി എന്ന് പറയുന്ന പോലെ ഇറാനെതിരെ പ്രമേയം വന്നപ്പോൾ ഇന്ത്യ വോട്ട് ചെയ്തത് ഇറാൻ അനുകൂലമായിട്ടാണ്. ഇറാൻ അവിടുത്തെ പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നു എന്ന പേരിൽ, അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകളുടെ പേരിൽ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലാണ് പ്രമേയം കൊണ്ടുവന്നത്. പ്രമേയം പാസ്സായി. പക്ഷേ ഇന്ത്യ, ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു.
എന്നുള്ളത് ഒരുപക്ഷെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അവിടെ വലിയ താല്പര്യങ്ങളുണ്ട്. ഇറാനിലെ ചാബഹാർ എന്ന തുറമുഖം ഇന്ത്യ നിർമ്മിച്ചതാണ്. അവിടുന്ന് വലിയ രീതിയിലുള്ള വ്യാപാരവും ഇത് നടക്കുന്ന മേഖലയാണ്. ചാബഹാർ പോർട്ട് വഴി, തുറമുഖം വഴി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് 6-7 രാജ്യങ്ങളിലേക്കുമുള്ള വാതായനമാണ്. അപ്പോൾ ആ പോർട്ട് പോലും ഒരു യുദ്ധമുണ്ടായാൽ അതിന് കേടുപാടുകൾ പറ്റാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ വ്യാപാര താല്പര്യങ്ങളൊക്കെ പ്രശ്നമാവും. എന്ന് മാത്രമല്ല, ചൈനയും ഇന്ത്യയും ഇറാനുമായിട്ട് വലിയ വ്യാപാരം നടത്തുന്നുണ്ട്. ഇറാനെ പിണക്കാനും ഇന്ത്യക്ക് താല്പര്യമില്ല. അത് ഓയിലിൻ്റെ കാര്യത്തിലായാലും മറ്റു ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും ഇന്ത്യ ഇറാൻ ബന്ധം ശക്തമാണ്. ഒരു ഭാഗത്ത് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ബന്ധമുണ്ടാക്കുകയും സൈനിക കരാർ ഉണ്ടാക്കുകയും പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് സൗദി അറേബ്യയെ ആക്രമിച്ചതായി കണ്ട് തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ സൗദിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇന്ത്യയും സൗദിയുമായിട്ടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ സൗദിയുടെ എതിരാളി കൂടിയായിട്ടുള്ള ഇറാനെ കൂടെ നിർത്തുക എന്നുള്ള തന്ത്രം കൂടിയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ശാക്തിക ചേരികളിൽ മാറ്റം വരുന്നു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇറാനെ ഇന്ത്യ കൂടുതൽ അടുപ്പിച്ചു നിർത്തുന്നു. ഒരുപക്ഷെ അത് അമേരിക്കയ്ക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. കാരണം അമേരിക്കയോട് പറയുന്നത്, നിങ്ങൾ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ എതിരാളികളായിട്ടുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ഇന്ത്യയോട് കർശന സ്വരത്തിൽ പറഞ്ഞിരുന്നു ട്രംപ്. പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇപ്പോഴും എണ്ണ വാങ്ങുന്നുണ്ട്. ചൈനയുമായിട്ട് നേരത്തെ വലിയ ശത്രുതയിലായിരുന്നു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ ചൈനയിൽ പോയി. ചൈനയിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകോർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വന്നതാണ്. അമേരിക്കയിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ട്രംപിനെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇവരൊക്കെ ഒരുമിക്കാൻ കാരണമായത് അമേരിക്കയുടെയും ട്രംപിൻ്റെയും പിടിവാശികളാണ്. അമേരിക്കയുടെ സുഹൃത്തായ ഇന്ത്യയെ കൂടുതൽ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തേക്ക് അടുപ്പിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നയങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് അവിടെ വലിയ രീതിയിൽ US കോൺഗ്രസിൽ, അവിടുത്തെ മാധ്യമങ്ങളിൽ, ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ള പത്രങ്ങൾ ട്രംപിന് സ്ഥിരബുദ്ധിയില്ല എന്നുള്ള രീതിയിൽ തന്നെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നു. ഈ അമേരിക്ക ആരാണ് ട്രംപിന് തീരെഴുതി കൊടുത്തിരിക്കുന്നത് എന്ന രീതിയിലാണ് അവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്. ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വാർത്തകൾ കൂടി പുറത്തു വരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ വലിയ കടുത്ത മഞ്ഞാണ്. കടുത്ത മഞ്ഞെന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് യാത്രാ വിമാനങ്ങളാണ് അവിടെ യാത്ര റദ്ദാക്കിയിരിക്കുന്നത്. യാത്ര ചെയ്യാനാവുന്നില്ല. ചിലയിടത്ത് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. കോടിക്കണക്കിന് ആൾക്കാർ ഈ കടുത്ത തണുപ്പ് മൂലം വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 20 ഇഞ്ച് കനത്തിൽ വരെയാണ് മഞ്ഞ് വീഴുന്നത്. പോളാർ വോർട്ടെക്സ് എന്നുള്ളത് അത് അമേരിക്കയിൽ മാത്രമല്ല, കാനഡ, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഉക്രൈൻ യുദ്ധം നടക്കുന്നിടത്തൊക്കെ വലിയ തണുപ്പാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ രൂക്ഷമായി തീരുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ യുദ്ധഭീഷണിയുമായി നിൽക്കുന്നത്. അതിനിടയിൽ ഗ്രീൻലാൻഡിൻ്റെ അവകാശം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ യൂറോപ്പുമായിട്ടുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത്, ലോക രാഷ്ട്രീയത്തിൽ ശാക്തിക ചേരികളിൽ മാറ്റം വരുത്തുന്ന തരത്തിൽ ഒരുപാട് സംഭവവാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.